അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ മൂസ സലാഹി ആദ്യത്തെ ചോദ്യത്തിന് വിശദീകരിച്ച സമയത്ത് തഫ്സീറു റാസിയുടെ വനദീറുഹു ഫി ഹാദ സമാൻ ഇസ്തിഗാൽ കസീർ മിനൽ ഖൽഖ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഖൽഖിൽ മുസ്ലിം ഉമ്മത്ത്, അതായത് സുന്നികൾ പെടില്ല എന്നൊരു വാദമുണ്ട്. അത് ശരിയാണോ? അതിനെ ന്യായീകരിക്കുന്ന വല്ല തെളിവുണ്ടോ? പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, എന്താ വെച്ചാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ്ക്ക് മുമ്പ് സമസ്തക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ശിർക്കാണ് പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവുകൾ ഉണ്ടോ എന്ന്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം റാസി റഹിമഹുല്ലാഹ് സൂറത്ത് യൂനുസിലെ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്താണ് വനദീറുഹു ഫി ഹാദ സമാൻ ആ കാര്യം പ്രത്യേകമായി പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖൽഖ് എന്നതിൽ എല്ലാവരും പെടുമോ? ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ പെടുമോ? അതല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാണോ? ഇതാണ് സംശയത്തിന് ഇടവരുത്തിയിട്ടുള്ള കാര്യം. ഏതായിരുന്നാലും ഇമാം റാസി റഹിമഹുല്ലാഹ് ആ ആയത്തിന്റെ താഴെ ഒന്നാമത്തെ അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം, മൂന്നാമത്തെ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞിട്ട് ജാഹിലിയത്തിലെ ആളുകൾ അഥവാ അസ്നാമുകളെ, ഔസാനുകളെ, ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ലാത്ത, ഉസ്സ, മനാത്ത, ഹുബുല് പോലെയുള്ള ആ സൃഷ്ടികളെ, അവർ പടച്ചുണ്ടാക്കിയ വസ്തുക്കളെ അള്ളാഹുവിന് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്ത് ഇബാദത്തായും ദുആ ആയും സഹായതേട്ടമായും അഭയതേട്ടമായും ഒക്കെ തവക്കുലായും എല്ലാ അർത്ഥത്തിലും അവർക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അവർ ശരീക്കാണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാണ്, അള്ളാഹുവിൽ ശുപാർശ തരുന്നവരാണ്. ഈ നിലക്കുള്ള അവരുടെ കാഴ്ചപ്പാടിലുള്ള ആരാധ്യ വസ്തുക്കൾ, ആ ആരാധ്യ വസ്തുക്കൾക്ക് അവർ അർപ്പിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറഞ്ഞിരുന്ന ന്യായം, അതാണ് ഇവർ ഞങ്ങൾക്ക് ശുപാർശകരായി വരും എന്നത്. അപ്പൊ അതേ ന്യായത്തിലാണ് ഓരോ കാലഘട്ടത്തിലും ഷിയാക്കളും സൂഫികളുമായി ലോകത്ത് കടന്നു വന്ന, ബറേൽവികളായി കടന്നു വന്ന ആളുകൾ ഇതേ ന്യായങ്ങളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ജാറ മക്ബറ സംസ്കാരങ്ങളൊക്കെ ഉണ്ടായത് ഈ ന്യായങ്ങളുടെ പിറകിലാണ്, ഈ ന്യായങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജാഹിലിയത്തിലെ കാര്യം പ്രത്യേകം പറഞ്ഞു. അവിടെ തഫ്സീറിൽ കാണാം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന വിഷയം. അത് പറഞ്ഞിട്ട് അതിനോട് സമാനമാണ് വനദീറുഹു ഫീ ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് അതിനോട് സമാനമാണ്. ഏത്? ഒരുപാട് സൃഷ്ടികൾ ബിതഅലീമി ഖുബൂരിൽ അകാബിർ, മഹാന്മാരെന്ന് പറയുന്നവരുടെ ഖബറുകളെ തഅലീം ചെയ്യുന്നു. അപ്പൊ ആ ഖൽഖിൽ എല്ലാവരും പെട്ടു. മുസ്ലിങ്ങളായി അല്ലാത്തവരായി ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരൊക്കെ പെട്ടു. ഏത് രൂപത്തിൽ ഭാവത്തിൽ ആര് ചെയ്താലും അതിന്റെ ഉള്ളിൽ വരും. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞു. അഥവാ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന അതേ കാര്യങ്ങൾ ഇന്ന് മഹാന്മാർ, ഔലിയാക്കൾ, മശായിഖന്മാർ എന്ന നിലക്കുള്ള ആളുകളിലേക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് അവരെന്ത് ചെയ്തു? അവരുടെ സങ്കല്പത്തിലുള്ള കുറെ കേന്ദ്രങ്ങളാണെങ്കിൽ ഇന്നത് മഷാഹിദുകളാണ്, ഇന്ന് ദർഗകളാണ്, ജാറങ്ങളാണ്, മക്ബറകളാണ്. ഒരേ കാര്യമാണ് നടക്കുന്നത്. കേന്ദ്രങ്ങൾ വ്യത്യാസമായി, പേരുകൾ വ്യത്യാസമായി എന്ന് മാത്രം. നടക്കുന്ന പണി ഒന്നാണ്, ന്യായങ്ങളും ഒന്നാണ്. അന്നുള്ളവർ ഞങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് അംഗീകരിച്ചിരുന്നു. ഇന്നുള്ളവർക്ക് അത് അംഗീകരിക്കാനും അതേപോലെ തന്നെ ബോധ്യപ്പെടാനും തയ്യാറാകുന്നില്ല എന്നതാണ്. പിന്നെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ കാലഘട്ടം മുതലാണല്ലോ ഇസ്തിഗാസയെ എതിർത്തു വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്തിഗാസയെ ഇസ്ലാം ഒരിക്കലും എതിർത്തിട്ടില്ല. കാരണം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ മർമ്മമാണ്, ഇബാദത്തിന്റെ പ്രധാന ഭാഗമാണ് ദുആ, ഇസ്തിഗാസ, തവസ്സുല്, നദർ, തവക്കുല്. ഇതൊക്കെ ഇതാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഉൽ ഖർബ് നമ്മളെ പഠിപ്പിച്ചു. പ്രയാസം, വിഷമുണ്ടാകും എന്താ പ്രാർത്ഥിക്കേണ്ടത്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു. അസ്തഗീസു എന്ന് പറഞ്ഞാൽ ഇസ്തിഗാസ എന്നാണ്. അള്ളാഹുവിന്റെ വിശേഷണമാകുന്ന റഹ്മത്ത് കൊണ്ട്
എന്നെന്നും ജീവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹ്, അസ്തഗീസു, ഞാൻ നിന്നോട് സഹായം തേടുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വിബൽ ഘട്ടങ്ങളിലെ സഹായതേട്ടം അതാണ് ബദർ യുദ്ധവേളയിൽ കണ്ടത്. അതിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഇസ്തിഗാസ എന്നാണ്. മുഫസ്സിറുകൾ അവിടെ ഇസ്തിഗാസ ദുആ ആണ്, പ്രാർത്ഥനയാണ് എന്ന് പ്രത്യേകം തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുആവും ഇസ്തിഗാസയും ഒന്നാണ്. എല്ലാ ഇസ്തിഗാസയിലും ദുആ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അത് അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. എന്നാൽ സുബുക്കി എന്ന് പറയുന്ന വ്യക്തി വന്നുകൊണ്ട് ലോകത്ത് ഷിയാക്കൾക്ക് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ ഷിയാക്കളുടെ പണ്ഡിതന്മാരിൽ പെടുന്ന സുബുക്കി, ആ സുബുക്കിയുടെ കാലഘട്ടത്തിലാണ് ഇസ്തിഗാസ ഔലിയാക്കളോട് ജായിസാണ്, അനുവദനീയമാണ് എന്ന നിലക്കുള്ള വിധികളൊക്കെ പ്രത്യേകമായി പുറപ്പെടുവിച്ച് കിതാബുകളിലൊക്കെ ചേർത്ത് വെച്ചത്. അപ്പൊ എവിടെ മുതലാണോ ഈ നിലക്കുള്ള ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായത്, അവിടെ മുതൽ കൂടുതലായ മറുപടികൾ വരും. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള കാലത്തും 4 അയിമ്മത്തിന്റെ കാലത്ത്, എല്ലാവരുടെ കാലത്തും ഇസ്തിഗാസ അള്ളാഹിനോടേ പാടുള്ളൂ എന്ന് വ്യക്തമായി ഗണ്യതമായി പറഞ്ഞിട്ടുണ്ട്. അത് ഹദീസിന്റെ കിതാബുകളിൽ, തഫ്സീറുകളിൽ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കിതാബിലൊക്കെയുണ്ട്. എന്നാൽ ഹിജറ 7-ാം നൂറ്റാണ്ടിൽ വലിയ രൂപത്തിലുള്ള ഷിയാ സൂഫി സ്വാധീനങ്ങൾ ഉണ്ടായി. അന്ധവിശ്വാസങ്ങൾ, വിശ്വാസവൽക്കരിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഒന്നുകൂടി ശക്തമായി പ്രതികരിക്കും, പ്രമാണങ്ങൾ കൊണ്ട് പ്രതികരിക്കും. അതൊരിക്കലും അവരുടെ പക്ഷമല്ല. ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ പക്ഷം അദ്ദേഹത്തിന്റെ ഇഷ്ടം പറഞ്ഞതല്ല. ആയത്തുകൾ വെച്ച്, ഹദീസുകൾ വെച്ച് അങ്ങനെയാണ്. ഇപ്പൊ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള മസാജിദും മഷാഹിദും നല്ല ചർച്ച കൊണ്ടുവരുന്നുണ്ട്. പള്ളികളും അതേപോലെ തന്നെ ദർഗകളും. ഏതാണ് ഇസ്ലാം പഠിപ്പിച്ചത്? അത് പള്ളികളാണ്, ദർഗകളല്ല. ശൈഖുൽ ഇസ്ലാമിന്റെ മജ്മുഉൽ ഫതാവിൽ ചർച്ച കാണാം. ഇങ്ങനെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ചർച്ച അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. പിന്നീട് വന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ആ സമകാലികരായ പണ്ഡിതന്മാർ, അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അപ്പൊ എന്നാണോ ഇത് വ്യാപകമാക്കാൻ തുടങ്ങിയത്, ഒരു ഹദ്ദും പരിധിയുമില്ലാതെ ഇതിന് ലൈസൻസ് കിട്ടി തുടങ്ങിയത്, അന്നു മുതൽ ശക്തമായ പ്രതിരോധങ്ങൾ പ്രാമാണികമായി പണ്ഡിതന്മാർ തീർത്തിട്ടുണ്ട്. അതൊരിക്കലും ഒരു പണ്ഡിതനെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാനോ ക്രൂശിക്കാനോ ഉള്ള ഒരു വഴിയല്ല. ഇന്ന് നമ്മൾ ഒന്നുകൂടി ശക്തമാക്കുന്നു. കാരണം ഇസ്ലാമിന്റെ 5 വിധികളിൽ ജായിസ് എന്ന വിധിയാണ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊടുത്തത്. മൊഹീദ്ദീൻ ഷെയ്ഖയെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? അനുവദനീയമാണോ? അനുവദനീയമാണ്. പ്രാർത്ഥിക്കൽ വരെ അനുവദനീയമാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ വരെ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇസ്തിഗാസ മാത്രമല്ല. അപ്പൊ ഇന്ന് ശക്തമായി അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഓതും എന്നതാണ് ആ വിഷയ സംബന്ധമായി മനസ്സിലാക്കേണ്ടത്. വളരെ വ്യക്തമായി ഇവിടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. പൊതുവെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ് ആദ്യമായി ഇസ്തിഗാസക്കെതിരെ സംസാരിച്ചത് എന്ന മട്ടിൽ പൊതുവെ ഉസ്താദുമാർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാറുണ്ട്. ഇത് ശരിയല്ല എന്നാണ് ബഹുമാന്യനായ മൂസ സ്വലാഹി ഇവിടെ വിശദീകരിച്ചത്. ശൈഖുൽ ഇസ്ലാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ തസവൂഫ് അത് ശക്തമായി പ്രചാരം നേടുകയും ഖബറുകളുമായി ബന്ധപ്പെട്ട ഇത്തരം അനാചാരങ്ങൾ വ്യാപകമാവുകയും ചെയ്തപ്പോൾ അതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചുവെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അത്ര വ്യാപകമായിരുന്നില്ല മുസ്ലിം ഉമ്മത്തിൽ ഇത്തരം തെറ്റായ ഇസ്തിഗാസകൾ. എന്നാൽ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ അക്കാലത്തും അതിനുവേണ്ടി വാദിച്ചിട്ടുണ്ട്. അന്നത്തെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിനെതിരായി സംസാരിച്ചിട്ടുമുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട കിതാബു തൗഹീദ് വ ഇസ്ബാത്തു സിഫാത്തി റബ്ബി അസ്സ വജല്ല എന്ന ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുള്ളയുടെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം. അദ്ദേഹം ഹിജ്റ 223 ജനിച്ച് 311 മരണപ്പെട്ട മഹാനാണ്. ആദ്യ 3 നൂറ്റാണ്ടുകൾ ജീവിച്ച വ്യക്തിയാണ് എന്നർത്ഥം.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ്, ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ പ്രാർത്ഥിക്കേണ്ട, രക്ഷയ്ക്ക് വേണ്ടി തേടേണ്ട പ്രാർത്ഥന അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങുമ്പോൾ ചൊല്ലിയാൽ അവിടുന്ന് പിന്നീട് പോകുന്നത് വരെ അവനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന ഹദീസ് തെളിവാക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, അഫലൈസൽ ഇൽമു മുഹീതൻ യാദബിൽ ഹിജാബ് അന്നഹു ഗൈറു ജായിസിൻ അൻ യഅ്മുറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്തഅവ്വുലി ബിഖൽഖില്ലാഹി മിൻ ശർരി ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളെ കൊണ്ടുണ്ടാകുന്ന ശർറിൽ നിന്ന് ഒരു സൃഷ്ടിയോട് കാവലിനെ തേടാൻ, രക്ഷ തേടാൻ അത് ജായിസ് അല്ല, അല്ലാഹുവിന്റെ റസൂലിനെ കൽപ്പിക്കുകയില്ല എന്നത് അറിയപ്പെട്ട കാര്യമല്ലേ ബുദ്ധിയുള്ള മനുഷ്യരെ? ഹൽ സമയത്തും ആലിമൻ യുജീസ്, ഏതെങ്കിലും ഒരു ആലിമ്, ഒരു പണ്ഡിതനെങ്കിലും ഇത് ജായിസാണ്, അനുവദനീയമാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അൻ യഖൂല ദാഇ അഊദു ബിൽ കഅബതി മിൻ ശർരി ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളെ ശർറിൽ നിന്ന് കഅബയോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയൽ ജായിസാണ് എന്ന് പറയുന്ന ഒരു ആലിമിനെ പോലും കേൾക്കാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് ഒരു പടപ്പിനോട് കാവലിനെ തേടാൻ നബിതങ്ങൾ പഠിപ്പിക്കുക? അതല്ലെങ്കിൽ ഇങ്ങനെ പറയൽ ജായിസാണെന്ന് പറയുമോ? അഊദു ബിസ്സഫാ വൽ മർവ, സഫാ മർവയോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറയൽ അനുവദനീയമാണ് എന്ന് വല്ല പണ്ഡിതന്മാരും പറയുമോ? അഊദു ബി അറഫാത്ത് വ മിന, അറഫയോടും മിനയോടും കാവലിനെ തേടുന്നു എന്ന് പറയൽ ജായിസാണെന്ന് പറയുമോ? മിൻ ശർരി മാ ഖലഖല്ലാഹ്, അല്ലാഹു സൃഷ്ടിച്ചതിന്റെ ശർറിൽ നിന്ന് കാവലിനെ തേടുന്നു എന്ന് പറയൽ ജായിസാണ്, അനുവദനീയമാണ് എന്ന് വല്ല പണ്ഡിതനും പറയുമോ? ഹാദാ ലാ യഖൂലുഹു, ഒരു ആലിമും ഇത് പറയുകയില്ല. വലാ യുജീസുൽ ഖൗല ബിഹി മുസ്ലിമുൻ യഅരിഫു ദീനല്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ അറിയുന്ന ഒരു മുസ്ലിമും അങ്ങനെ പറയൽ പറ്റുമെന്ന്, അത് അനുവദനീയമാണ് എന്ന് പറയുകയുമില്ല. മുഹാലുൻ അൻ യസ്തഈല മുസ്ലിമുൻ ബിഖൽഖില്ലാഹി മിൻ ശർരി ഖൽഖിഹി, അസംഭവ്യമായ കാര്യമാണ്, മുഹാലാണ്, ഒരിക്കലും നടക്കാൻ പറ്റാത്ത അസംഭവ്യമായ കാര്യമാണ്. അൻ യസ്തഈല മുസ്ലിമുൻ, ഒരു മുസ്ലിം അഭയം തേടുക എന്നത് ബിഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളോട്, മിൻ ശർരി ഖൽഖിഹി, അവന്റെ സൃഷ്ടികളുടെ ശർറിൽ നിന്ന് റബ്ബിന്റെ സൃഷ്ടികളോട് കാവലിനെ തേടുക എന്നത് ഒരു മുസ്ലിമും, അല്ലാഹുവിന്റെ ദീൻ അറിയുന്ന ഒരു മുസ്ലിമും അത് തേടുക എന്നത് അസംഭവ്യമാണ് എന്ന് പഠിപ്പിക്കുന്നത് ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് ഹിജ്റ 311 അദ്ദേഹം ജനിക്കുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജനിക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മറ്റൊന്ന്, അഹ്ലുസുന്നയുടെ മറ്റൊരു അഖീദ ഗ്രന്ഥമായ അൽ ഹുജ്ജ ഫി ബയാനിൽ മഹജ്ജ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഹാഫിദ് അബുൽ ഖാസിം അൽ ഇസ്ബഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം 535 മരണപ്പെടുന്നത്. അദ്ദേഹം റഹ്മാനായ റബ്ബിന്റെ നാമങ്ങളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ റബ്ബിന്റെ വഹാബ് എന്ന നാമം പരിചയപ്പെട്ടു. അൽ വഹാബ്, റബ്ബിന്റെ നാമത്തിൽപ്പെട്ടതാണ് വഹാബ്, ധാരാളമായി നൽകുന്നവൻ എന്ന അല്ലാഹുവിന്റെ പേരാണ്. അഥവാ യഹബുൽ ആഫിയ, അവൻ ആഫിയത്ത് നൽകുന്നു. വലാ യഖ്ദിറുൽ മഖ്ലൂഖ അൻ യഹബഹാ വയഹബൽ ഖുവ്വത വലാ യഖ്ദിറുൽ മഖ്ലൂഖ അൻ യഹബഹാ, അല്ലാഹു തആല ഖുവ്വത്ത് നൽകുന്നു, ആഫിയത്ത് നൽകുന്നു. ഒരു പടപ്പിനും അത് സാധ്യമല്ല, ഒരു സൃഷ്ടിക്കും അത് കൊടുക്കാൻ സാധ്യമല്ല. തഖൂൽ യാ റബ്ബി ഹബ്ലി അൽ ആഫിയ, എനിക്ക് പറയാം അല്ലാഹു എനിക്ക് നീ ആഫിയത്ത് നൽകണേ എന്ന് പറയാം. എന്നാ വലാ തസ്അൽ മഖ്ലൂഖൻ ദാലിക, വലാ തസ്അൽ, നീ ചോദിക്കരുത്, മഖ്ലൂഖൻ, ഒരു പടപ്പിനോടും ചോദിക്കരുത്, ദാലിക, ആ കാര്യം, ആഫിയത്ത് നൽകണേ, ഖുവ്വത്ത് നൽകണേ, ശക്തി നൽകണേ, സൗഖ്യം നൽകണേ എന്ന് ഒരു പടപ്പിനോടും നീ ചോദിക്കരുത്. വഇൻ സഅൽതഹു, അങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ ലം യഖ്ദിർ അലൈഹി, ഒരു പടപ്പിനും അതിന് സാധിക്കുകയുമില്ല, ചോദിച്ചാൽ തരാനൊട്ട് ആർക്കും കഴിയുകയുമില്ല. വതഖൂലു ഇൻദ ദഅഫിക, നിനക്ക് ദൗർബല്യമുണ്ടാകുമ്പോൾ നീ പറഞ്ഞോ യാ റബ്ബി ഹബ്ലി ഖുവ്വ, റബ്ബേ എനിക്ക് നീ ഖുവ്വത്ത് നൽകണേ, ശക്തി നൽകണേ എന്ന് നീ പറഞ്ഞു. വൽ മഖ്ലൂഖ് ലാ യഖ്ദിറു അലാ ദാലിക, ഒരു പടപ്പിനും അത് സാധ്യമല്ല എന്ന് ഹിജ്റ 525 അദ്ദേഹം മരണപ്പെടുന്നത്, അദ്ദേഹമാണ് പഠിപ്പിക്കുന്നത്. ഇനി അതിനു മുമ്പ് ഹിജ്റ 387 മരണപ്പെട്ട ഇബ്നു ബത്വ അൽ അക്ബരി റഹിമഹുല്ലാഹ്
അഹ്ലുസുന്നയുടെ അഖീദ പഠിപ്പിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇബ്നു ബത്തൂത്ത റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ അൽ ഇബാന അൻ ശരീഅത്തിൽ ഫിർഖത്തിൻ നാജിയ, രക്ഷപ്പെടുന്ന സംഘം അഹ്ലുസുന്ന വൽ ജമാഅ അൽ ഫിർഖത്തുൻ നാജിയ, അവിടെ ശരീഅത്ത് എന്താണ്, എന്താണ് അവിടെ വിശ്വാസം, എന്താണ് അവിടെ ദീന് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് അൽ ഇബാന അൻ ശരീഅത്തിൽ ഫിർഖത്തിൻ നാജിയ വ മുജാനബത്തിൽ ഫിറഖി വൽ മദ്മൂമ. ആക്ഷേപകരമായ എല്ലാ സംഘങ്ങളെയും വിട്ടൊഴിയാനും രക്ഷപ്പെടുന്ന സംഘം അഹ്ലുസുന്നയുടെ ശരീഅത്ത് എന്താണ് എന്ന് പഠിപ്പിക്കാനുമായി അദ്ദേഹം എഴുതിയ ഗ്രന്ഥത്തിൽ അദ്ദേഹം വഫാത്തായ ഹിജ്റ 387 അദ്ദേഹം പറയാണ്, അല്ലാഹുവിനോട് കാവൽ തേടുന്ന വിഷയങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഹൽ യജൂസു അൻ യഊദ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമഖ്ലൂഖിൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൃഷ്ടിയോട് കാവലിനെ തേടുക എന്നത് അനുവദനീയമാണോ, ജായിസാണോ? വയതഅവ്വദു ഹുവ വയഅ്മുറു ഉമ്മതഹു അൻ യതഅവ്വദു ബിമഖ്ലൂഖിൻ മിസ്ലഹും. ആ നബിതങ്ങൾ ഒരു സൃഷ്ടിയോട് കാവലിനെ തേടുകയും അങ്ങനെ കാവലിനെ തേടാൻ ഉമ്മത്തിനോട് പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് അനുവദനീയമായ കാര്യമാണോ? വഹൽ യജൂസു അൻ യഊദ ഇൻസാനുൻ നഫ്സഹു ഔ ഗൈറഹു ബിമഖ്ലൂഖിൻ മിസ്ലി, ഒരു മനുഷ്യൻ തന്റെ കാര്യത്തിലോ മറ്റൊരാളുടെ കാര്യത്തിലോ തന്നെ പോലെയുള്ള പടപ്പിനോട് കാവലിനെ തേടുമോ, അത് ജായിസായ കാര്യമാണോ എന്ന് അദ്ദേഹം വിശദമായി വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എല്ലാം ആദ്യമായി ഇക്കാര്യം പഠിപ്പിച്ചു എന്നർത്ഥം. ഇതിനെതിരെ ഓരോ കാലഘട്ടത്തിലും സംസാരങ്ങൾ അന്നത്തെ പണ്ഡിതന്മാർ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇത്തരം ശിർക്കുകളും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും വ്യാപകമാകാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും എല്ലാ പിഴവുകൾക്കുമെതിരെ, എല്ലാ ശിർക്കിനുമെതിരെ, എല്ലാ ബിദ്അത്തിനുമെതിരെ, എല്ലാ പിഴച്ച സംഘങ്ങൾക്കുമെതിരെ തന്റെ നാവ് കൊണ്ടും തന്റെ പേന കൊണ്ടും ജിഹാദ് ചെയ്യുകയും ചെയ്ത വ്യക്തിത്വമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്നുകൂടി മനസ്സിലാക്കുക. വല്ലാഹു അഅലം.